ഒക്കിനാവ ഐലൻഡിലുള്ള പല ആളുകളും ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള ആളുകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ ഏറ്റവും അധികം ആയുസ്സോടെ ജീവിച്ചിരുന്ന ആളുകളുള്ള സ്ഥലമാണ് ഒക്കിനാവ ഐലൻഡ് എന്ന് പറയുന്നത്. സൂപ്പർ സെൻറ്റിനേറിയൻസ് എന്ന് പറയും. 110 വയസ്സിൽ മുകളിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന സ്ഥലം. സെൻറ്റിനേറിയൻസ് എന്ന് പറഞ്ഞാൽ 100 വയസ്സ് ആയിട്ടുള്ള ആളുകളാണ്. 110 വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഏകദേശം 400-450 ആളുകളാണ് ലോകത്തിലുള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിലൊരു 50 ആളുകളുടെ പേര് മാത്രമേ നമുക്ക് ഔദ്യോഗികമായി രേഖ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ഉള്ള ചില ആളുകളുടെ അനുഭവം, എന്തുകൊണ്ടാണ് അവർ ഇത്രയും നാൾ ആരോഗ്യത്തോടും സൗഖ്യത്തോടും സന്തോഷത്തോടും ഇത്രയും കാലം ജീവിച്ചിരുന്നതെന്നുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ചിലരുടെ മാത്രം പേരുകളൊന്ന് പറയുവാനും അവരെന്താണ് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതെന്നും ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി ഈ ഓരോരുത്തരുടെ വ്യക്തിപരമായി നടത്തിയ ഇൻ്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നാം പിന്നീട് പരിചയപ്പെടും. പക്ഷേ പഴയ ആളുകളുടെ മൊഴി അത് തീർച്ചയായും നമുക്ക് പ്രയോജനപ്പെടും. അതിൽ 117 വയസ്സുള്ള ഒരാളെ ആയി സംസാരിച്ചത്, അയാളുടെ പേര് മിസാവോ ഒക്കാവ എന്നാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈറ്റ് ആൻഡ് സ്ലീപ്പ് ആൻഡ് യു വിൽ ലിവ് എ ലോങ് ടൈം. യു ഹാവ് ടു ലേൺ ടു റിലാക്സ്. 3 കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ഈറ്റ്, സ്ലീപ്പ്, റിലാക്സ്. ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കുക, ഉറക്കത്തിൽ ശ്രദ്ധിക്കുക, റിലാക്സ് ചെയ്യാനായിട്ട് പഠിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് പറയുന്നില്ല, കാരണം ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ റിലാക്സ് ചെയ്യുന്നതിനെക്കുറിച്ചും ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചും ഒപ്പം തന്നെ സ്ലീപ്പിനെ കുറിച്ചും എല്ലാം പറഞ്ഞതാണ്. ഇനിയുള്ള വീഡിയോകൾ ചില സമയങ്ങളിൽ നമുക്കിത് ഒന്ന് തൊട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ആളാണ് മരിയ കാപ്പോവില്ല. 116 വയസ്സിലാണ് അവരുമായി സംസാരിക്കുന്നത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഐ ഹാവ് നെവർ ഈറ്റൻ മീറ്റ് ഇൻ മൈ ലൈഫ്. ഒരിക്കൽ പോലും മാംസാഹാരം കഴിക്കാത്ത ആളാണ് ഇവരെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഒക്കിനാവ ഐലൻഡിലെ ആളുകൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആയിരുന്നു. ഒക്കിനാവ ഐലൻഡിൽ മാത്രമല്ല, ലോകത്തിലെ ബ്ലൂ സോൺസിൽ താമസിക്കുന്ന ഒട്ടനവധി ആളുകളും വെജിറ്റേറിയൻസ് ആയിരുന്നു നമുക്ക് അറിയാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട്, ഇവർ ഡാൻസ് ചെയ്യാനായിട്ട് അധികം ഇഷ്ടപ്പെടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു ഇവരെന്ന് പറയുന്നു. ഇനി മറ്റൊരാളാണ് ജെന്നി കാൽമെന്റ്. 122 വയസ്സിലാണ് ഇവരുമായി ഇൻ്റർവ്യൂ നടത്തുന്നത്. ഇവർ ലോക റെക്കോർഡ് ഇട്ട ഒരാളായിട്ടാണ് പറയുന്നത്. ഏറ്റവും അധികം ആയുസ് ജീവിച്ചതെന്നായിട്ട് അറിയപ്പെടുന്ന ആളാണ്. ഇവർ പറയുന്നത്, ഞാൻ മെഥൂസലാഹുമായി മത്സരിക്കുകയാണെന്നാണ് പറയുന്നത്. മെഥൂസലാഹിനെ എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. ബൈബിളിൽ ഒരു കഥാപാത്രമാണ്. ലോകത്തിൽ ഏറ്റവും അധികം ആയുസ്സിൽ ജീവിച്ച ആളായിട്ട് കരുതപ്പെടുന്ന ആളാണ് മെഥൂസലാഹ്. ഇത് 956 വയസ്സെന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. അത്രയും കാലം ജീവിച്ചിരുന്നതാണ്. അപ്പോൾ ഇവർ തമാശയെ പറയും, ഞാൻ മെഥൂസലാഹുമായി മത്സരിക്കുകയാണെന്ന് പറയും. അപ്പോൾ ഇവർ പറയുന്നത് എവറിത്തിങ് ഈസ് ഫൈൻ, എല്ലാം ഓക്കെ ആണെന്നാണ് പറയുന്നത്. ഇവർ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വാക്ക് പറയുന്നുണ്ട്: വൺ ഓഫ് ഹെർ സീക്രറ്റ്സ് മേ ഹാവ് ബീൻ ഹെർ സെൻസ് ഓഫ് ഹ്യൂമർ. തമാശ പറയാനുള്ള അല്ലെങ്കിൽ ജോക്ക് പറയാനുള്ള ഒരു കഴിവായിരുന്നു അവരുടെ ഈ വളരെ നാളുകൾ ജീവിച്ചിരിക്കാനായിട്ട് അവരെ സഹായിച്ചൊരു ഫാക്ടർ എന്ന് പറയുന്നു. ഇത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ചിരിക്കുക, തമാശ പറയുക, ഇതെല്ലാം നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുകയും ടെൻഷൻ കുറയ്ക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ തമാശ പറയാനുള്ള ഹ്യൂമർ സെൻസ് നമ്മുടെ ആയുസ് കൂട്ടുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായും സംശയം വേണ്ട. മറ്റൊരാണ് വാൾട്ടർ ബ്രൂണിങ്. 114 വയസ്സാണ് അവരുമായുള്ള ഈ ഒരു സംഭാഷണം നടക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് യു കീപ് യുവർ മൈൻഡ് ആൻഡ് ബോഡി ബിസി യു വിൽ ബി അറൗണ്ട് എ ലോങ് ടൈം. മനസ്സിനെയും ശരീരത്തെയും നിങ്ങൾക്ക് ബിസി ആക്കി വെക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ നാൾ ജീവിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ബിസി ആക്കി വെക്കുക എന്ന് പറയുന്നത് ടെൻഷൻ അടിക്കുക എന്ന് മാത്രമല്ല, ടെൻഷൻ അടിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യുവർ മൈൻഡ് ആൻഡ് യുവർ ബോഡി യു കീപ് ബോത്ത് ബിസി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ ദിവസത്തിൽ 2 നേരമാണ് ആഹാരം കഴിക്കുന്നത്. മാത്രമല്ല എത്രയും നാളും ജോലി ചെയ്യാൻ സാധിക്കും അത്രയും നാളും ജോലി ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റ് പറയുന്നത്, ഹി ഹാഡ് എ ഹാബിറ്റ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വളരെ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവർ. എന്ന് മാത്രമല്ല, ഹി വാസന്റ് അഫ്രൈഡ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ഡൈ. മരിക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും പേടിയില്ലാതെ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിച്ച ആളാണ് ബ്രൂണിങ് എന്ന് പറയുന്ന ആൾ. ഇനി ഔദ്യോഗികമായിട്ട് രേഖാപ്രകാരം ഏറ്റവും അധികം ജീവിച്ചിരുന്ന ഒരാളുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അലക്സാണ്ടർ ഇമിച്ച് എന്നാണ് പറയുന്നത്. അവർ പറയുന്നത്, ഐ ജസ്റ്റ് ഹാവിൻ ഡൈഡ് ഇറ്റ്. ഞാൻ ഇതുവരെയായിട്ടും മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇക്കിഗായി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആശയം.
എന്ന് പറയുക ഈ ആർട്ട് ഫോം പോലെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതം അതിലൂടെ സന്തോഷം കണ്ടെത്തുകയാണ്, ഒരു ജീവിതം അതിനു വേണ്ടി അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെ ഇക്കിഗായ് എന്ന് പറയുന്നത് ആ ഒരു ആർട്ടാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടെത്തുവാൻ സാധിക്കുകയും അവരെ ജോലിയിൽ മുഴുകുവാനും ഫ്ലോയിൽ എത്തുവാനും അതിൽ ഫുൾ ടൈം എൻജോയ് ചെയ്ത് ജീവിക്കുവാനുമായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഇക്കിഗായ് എന്ന പുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നെവർ സ്റ്റോപ്പ് ലേണിംഗ്. എന്നും പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം, എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ള ആഗ്രഹമാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുവാൻ സാധിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തൊരു പ്രസ്താവന നമുക്ക് കാണുവാൻ സാധിക്കും. ലോങ് വിറ്റി ഇൻ ജപ്പാൻ. അവിടെ പറയുന്നത് ഇവിടുത്തെ ആളുകൾ റെഗുലറായി മെഡിക്കൽ ചെക്കപ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കണ്ടുകൊണ്ട് അവരുടെ ആരോഗ്യത്തെ വിലയിരുത്തുന്നവരും നിലനിർത്തുവാൻ ശ്രമിക്കുന്നവരുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളെ തീർച്ചയായും ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. പഴയ ആളുകളുടെ ഗോൾഡൻ വേർഡ്സ് അല്ലേ, അവർ പറയുന്ന ആശയങ്ങൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുവാനും സാധിക്കുവാനും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത വീഡിയോയിൽ വളരെ മികച്ച ചില ആളുകളുടെ ഇൻ ഡെപ്തായ ഇൻ്റർവ്യൂവിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മരിക്കുന്നത് വരെ സന്തോഷത്തോടും ആരോഗ്യത്തോടും ഇരിക്കുക എന്നുള്ളതാണ്. രോഗമില്ലാതെ സന്തോഷത്തോടെ മരിക്കുവാനായിട്ട് സാധിക്കണം. ഹൈ പെർഫോമൻസ് എന്ന അംബിഷൻ അല്ലെങ്കിൽ ആ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിനൊപ്പം തന്നെ അത് സാധിക്കുവാൻ സാധിക്കണം. തീർച്ചയായും സാധിക്കും. നമുക്ക് അതിനായി തയ്യാറെടുക്കാം. ഓൾ ദ ബെസ്റ്റ്.